പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി? കെ.പി. വള്ളോൻ, പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, സി.പി. അച്യുതമേനോൻ, വിദ്യാവിനോദിനി. സോ കെ.പി. വള്ളോൻ, പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, സി.പി. അച്യുതമേനോൻ, വിദ്യാവിനോദിനി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൻ മൂവ്മെന്റ്, സഫാഹാർ മൂവ്മെന്റ്, കാജ നാഗ റിബലിയോൺ. ഇത് 3ഉം ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ്. ഗദർ മൂവ്മെന്റ് മാത്രമാണ് ഒരേ വിഭാഗത്തിൽ പെടാതെ വരുന്നത്. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്തത് കാരോരി എന്ന വാക്കാണ്. സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് ജാഗിർ, പാരതി, ഇനാം. മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് ജാഗിർ, പാരതി, ഇനാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവം, ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവം, 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായത് ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ടെന്നീസ് കോർട്ട് സത്യം, അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നിവ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ നികുതിയെ സൂചിപ്പിക്കുന്നു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. സോ ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ഫ്രഞ്ച് വിപ്ലവകാലത്തെ ജേണലായിരുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ: ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ഈ ബില്ലിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ചു നടത്തുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സോ രാജസ്ഥാനിലാണ് ഈ ബില്ല് ആദ്യമായിട്ട് നിലവിൽ വന്നത്. പ്രസ്താവന എ: ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു. 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എ വിശദീകരിക്കുന്നു. അതായത് പ്രസ്താവന എ പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലേക്കാളും. അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. പാറ്റ്ലാൻഡ്സ് എന്നതിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. പാറ്റ്ലാൻഡ്സ്, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഈസോഹ ലൈൻസ്
എന്നാൽ ഒരേപോലെയുള്ള ലവണാംശത്തെ സൂചിപ്പിക്കുന്ന വരകളാണ്. ഈസോഹ ലൈൻസ് ലവണാംശം. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? ഓപ്ഷൻ എ ആണ് GDPയുടെ ഘടക ചിലവ്. GDPയുടെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അറ്റ പരോക്ഷ നികുതികൾ മൈനസ് ചെയ്താൽ, അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നികുതി കുറച്ചാൽ നമുക്കതിനെ യഥാർത്ഥ ഫാക്ടർ കോസ്റ്റ് കാണാം. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് സ്ഥലവും മൂലധനവുമാണ്. അധ്വാനം നിഷ്ക്രിയമല്ല, സ്ഥലവും അതായത് ഭൂമിയും മൂലധനവുമാണ് നിഷ്ക്രിയമായത്. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സ്വത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI വിൽക്കുന്നു. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിലുള്ള ആൾക്കാർ വാങ്ങുന്നു. അപ്പോൾ അവരുടെ വരുമാനം കുറയും, അവരുടെ പണത്തിൻ്റെ വിതരണം കുറയും. റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായവ. ഇത് എല്ലായ്പ്പോഴും ബാങ്ക് റേറ്റിനേക്കാൾ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഈ 3 പ്രസ്താവനകളുമാണ് ശരി. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളത് തെറ്റാണ്. എപ്പോഴും റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റിനേക്കാൾ കുറവും വിപരീത അതായത് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ കൂടുതലുമായിരിക്കും. ഹ്രസ്വകാല സാമ്പത്തിക അതായത് ഷോർട്ട് ടേം നേച്ചറാണ് റിപ്പോ റേറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് അതായത് ധനക്കമ്മി എന്നാൽ മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന റെസീറ്റുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന റെസീറ്റ്. അതായത് മുഴുവൻ ചിലവിൽ നിന്ന് മുഴുവൻ വരവ് മൈനസ് ചെയ്യാണ്, എന്നാൽ അതിൽ കടമുള്ള വരവ് ഉണ്ടാവില്ല. അതായത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി എന്ന് പറയുകയാണെങ്കിൽ ബോറോ ചെയ്യാത്ത ക്യാപിറ്റൽ റെസീറ്റിനെയാണ് നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നത്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 358. അതായത് ആർട്ടിക്കിൾ 19 റദ്ദാക്കണമെങ്കിൽ ആർട്ടിക്കിൾ 358 ഉപയോഗിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നിവ കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവ വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. അപ്പം പൗരത്വം ഏറ്റെടുക്കാനാണെങ്കിലും അത് അവസാനിപ്പിക്കാനാണെങ്കിലും പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മാത്രമേ ആവശ്യമുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടുണ്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട് എന്നത് തെറ്റാണ്. ഒരിക്കലും ഒരു ഭരണഘടനാ ഭേദഗതി സംയുക്ത സമ്മേളനത്തിലൂടെ നടത്താൻ വേണ്ടി കഴിയില്ല. ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കാം. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റാണ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 311. സിവിൽ സർവീസുകാർക്ക് ഭരണപരമായ സുരക്ഷ ആർട്ടിക്കിൾ 311. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസില്ലാതെ നൽകപ്പെടുന്നത്
അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമമനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? വിലപേശുവാനുള്ള അവകാശം ഒരു ഉപഭോക്തൃ അവകാശമല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ TM തോമസ് ഐസക് ആണ്. സോ ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെതാണ് കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം. താഴെ പറയുന്നവയിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? CP അച്യുതമേനോൻ. വിദ്യാവിനോദിനി CP അച്യുതമേനോൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് TC അച്യുതമേനോൻ. സോ വിദ്യാവിനോദിനി CP അച്യുതമേനോൻ. സംഗീത നൈഷാദം TC അച്യുതമേനോൻ. ഒന്ന് CP, രണ്ടാമത്തത് TC. പിച്ച് എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോൾ. കൊടുപുന്ന എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഗോവിന്ദ ഗണകൻ. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് അഞ്ജലി ഭഗവത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി റസിയ ഷബ്നം. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് ഗേൾ ഗാങ്. കമ്പ്യൂട്ടറിന്റെ CPUവിൽ താൽക്കാലിക ദ്രുത സംഭരണ സ്ഥലം എന്നറിയപ്പെടുന്നത് രജിസ്റ്റർ. സോ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? OMR ആണ് ഇൻപുട്ട് ഡിവൈസ്. പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ എന്നിവ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. സോ OMR ഇൻപുട്ട് ഡിവൈസ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC. സോ NIC എന്ന് പറയുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ടോപ്പോളജിയാണ്. സോ NIC വയർലെസ് ടോപ്പോളജിയാണ് ഉപയോഗിക്കുന്നത്. ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കുന്നില്ല. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ എറൗണ്ട് ടൈം. താഴെ പറയുന്നവയിൽ ഏത് HTML ആണ് ഡ്രോപ്പ് ഡൗൺ ലിങ്ക് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. സോ IUCNന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡ്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ISO 14001. സോ പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റം ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് സ്റ്റാർഡസ്റ്റ് 1. ബയോ ഇന്ധനം ഉപയോഗിച്ച് ഓടിച്ച ആദ്യ റോക്കറ്റാണ് സ്റ്റാർഡസ്റ്റ് 1. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനുതകുന്ന ലോഞ്ചർ പിനാക്ക. സോ പിനാക്ക രൂപീകരിച്ചത് DRDO ആണ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ലോഞ്ചറാണ് പിനാക്ക. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? സോളാർ എനർജിയാണ് പുതുക്കാവുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. I told you didn't I? Without supervision, children might eat unhealthy food or lead a sedentary lifestyle. ഇവിടെ സെഡൻറ്ററി എന്ന മീനിങ് അണ്ടർലൈൻഡ് വേർഡിന്റെ മീനിങ് എന്താണെന്നാണ്. ഇൻആക്റ്റീവ്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ഫോളോയിങ്. ഓപ്പർച്യൂണിറ്റിയും പ്രിവിലേജുമാണ് OPPORTUNITY ആൻഡ് പ്രിവിലേജ് PRIVILEGE. സോ പ്രിവിലേജിന് ആദ്യം 2 ഐയും പിന്നെ 2 ഇയും. ഓപ്പർച്യൂണിറ്റിക്ക് ആദ്യം 2 ഒയും പിന്നെ ഒരു യു ആണ് വരുന്നത്.
He said his job is to attend to the diseases of eye. So, കണ്ണിനെ ചികിത്സിക്കുന്ന ആളെ നമ്മൾ പറയുന്നത് ഓഫ്താൽമോളജിസ്റ്റ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. OPHTHAIMOLOGIST. What is the meaning of the idiomatic expression? Our entire class is quaking in its boots, to tremble with fear or nervousness. Fill in the blank ആണ്. The manager dash to pay hike next month. Allude ആണ് answer. Choose the word nearly opposite in the meaning of fact. Fact in the opposite fiction. Fill in the blank. The brothers together with their sister are there. So together with ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കുക. ഇവിടെ ബ്രദേഴ്സ് ആയതുകൊണ്ടാണ് ആറ്. മൈ ബ്രദർ ഹെൽപ്ഡ് മീ ഡു മൈ വർക്ക്. ഹെൽപ്ഡ് മീക്ക് ശേഷം ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. സോ ഹെൽപ്ഡ് മീ ടു ഡു എന്ന് വേണ്ട, ജസ്റ്റ് ഡു മതി. ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആണ്. സംതിങ് ഡാഷ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ദർ ബൈ നൗ. So the option is must have. Something must have happened or they would be there by now. Mr. Bajaj was a very fastidious person who lived in a small house with a beautiful garden. Kamala took a long flight from Tanzania. She must be exhausted after that. I told her, you should rest, dear. Correct the sentence if there is an error. You can pass the examination if you answer the questions with precision, accurately and quickly. Precisely, accurately and quickly ആണ് right answer. Precision അല്ല, precisely. Complete the sentence. If Suhara lent us her car, we could go to Aluva. Mithun has a distrust of doctors. സ്ട്രെസ്സിൻ്റെ ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്, ഡിസ്ട്രസ്റ്റ്. യൂസ് എ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. പുട്ട് അപ്പ് വിത്ത്. ഹി ഡസ് നോട്ട് പുട്ട് അപ്പ് വിത്ത് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് prima facie? At first view. ശരിയായ രൂപം ജീവച്ഛവം. സഹിതം, വിപരീതം, രഹിതം. സഹിതത്തിൻ്റെ ഓപ്പോസിറ്റ് രഹിതം. സഹിതം, രഹിതം. പറയുന്ന ആൾ വക്താവ്. പറയുന്ന ആൾ വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ സമാന പദം കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്ക് കരിങ്കാലി. ജലം പര്യായം അപ്പ്. ജലം അപ്പ്. കണ്ടു പിരിച്ചെഴുതുക കൺ പ്ലസ് തു. കൺ പ്ലസ് തു കണ്ടു. കഷ്ടപ്പെടുത്തുക നക്ഷത്രം എണ്ണിക്കുക. ആ പ്ലസ് കാലം അക്കാലം. ആ പ്ലസ് കാലം അകാലമല്ല അക്കാലമാണ്. ഇരട്ടിക്കുന്നുണ്ട്. ആ പ്ലസ് കാലം അക്കാലം.